അതെ, ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ചെയ്താലോ. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന 1 ഇഞ്ച് നീളത്തിലുള്ള ഗ്രോസ്കർ റിബണാണ്. ഒന്ന് പ്ലെയിനും ഒന്നിൽ വേണ്ട ഹാർട്ടിൻ്റെ ഷേപ്പുള്ള വേറൊരു നമ്മുടെ റിബണുമാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ 10 സെൻറ്റിമീറ്റർ നീളത്തിൽ റെഡ് കളർ ഒരു പോർഷനിൽ 2 എണ്ണം വേണം. മൊത്തം 4 പീസ് വേണം കേട്ടോ. റെഡ് 4 പീസ് 10 സെൻറ്റിമീറ്റർ നീളത്തിൽ 4 എണ്ണം. ഒരു സൈഡിൽ നമുക്ക് 2 എണ്ണമാണ് ആവശ്യം. ഇതുപോലെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് 4 എണ്ണം ഒരു സൈഡിലത്തേക്ക് 2 എണ്ണമാണ് ആവശ്യം. എന്നിട്ട് കട്ട് ചെയ്യുക. 2 സൈഡും എന്ത് ചെയ്യുക, ഒരേപോലെ എന്ത് ചെയ്യുക, ഒന്ന് ഉരുക്കിയെടുക്കുക. അതിനുശേഷം 10 സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെ നമ്മൾ അതിന് മാച്ചിങ്ങിന് എടുക്കുന്ന റിബൺ 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. ഇതിപ്പോൾ ഒന്ന് 10 സെൻറ്റിമീറ്റർ നീളത്തിലെടുത്തു. അടുത്തത് വൈറ്റ് ഞാൻ 8 സെൻറ്റിമീറ്റർ, കുറച്ചുകൂടെ ഒന്ന് നീളം കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ ആ ഒരു വ്യത്യാസം? 10ഉം 8ഉം ആണ്. നമ്മളിപ്പോൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ വലിപ്പത്തിൽ വേണമെങ്കിൽ വലിപ്പത്തിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ എന്താ പറയുക, 12ഉം 10ഉം അങ്ങനെ എടുത്താൽ മതി. അതിനുശേഷം റെഡ് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു റെഡിനെ കവർ ചെയ്തും കൊണ്ട് അടുത്ത് 10 സെൻറ്റിമീറ്റർ നീളത്തിലെടുത്ത് ആ നീളത്തിലുള്ള വൈറ്റ് കളർ റിബൺ ഒന്ന് അതിനെ കവർ ചെയ്യുക. ഇനി അടുത്ത റെഡ് നമ്മൾ വയ്ക്കുന്നത് ഈ വൈറ്റിൻ്റെ ഉള്ളിലാണ്. ആദ്യം അതായത് 2 റെഡ് എടുക്കുക, അതിൻ്റെ പുറത്തേക്ക്, പക്ഷേ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഇതുപോലെ. ഇനി അടുത്ത റെഡ് ഈ വൈറ്റിന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വയ്ക്കുക. ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഹാൻഡിൽ നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല എങ്കിൽ നമുക്കൊരു അലിഗേറ്റർ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് ഫിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം 8 സെൻറ്റിമീറ്റർ നീളത്തിലുള്ളത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക സെൻറ്ററിലേക്ക്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഒരു പോർഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് അതിനൊന്ന് ടൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ചെയ്ത്. പിന്നെ കുറച്ച് തിക്നെസ് കാണും നമ്മൾ ഈ സെൻറ്ററിൽ വെക്കുമ്പോൾ. സെൻറ്ററിൽ അത്രയും വരുന്നത് കൊണ്ട് ആ തിക്നെസ് കാണും. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് ചെയ്യുക. കുറച്ച് തിക്നെസ് ഉള്ള നീഡിലെടുക്കുക, അല്ലാത്തത് പൊട്ടിപ്പോകും കേട്ടോ. ഇതുപോലെ ഇനി ഇതിനെ ടൈ ചെയ്ത് ഒന്നെടുത്താൽ മാത്രം മതി. ടൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ സെൻറ്ററൊക്കെ ഒന്ന് ഉരുക്കി നല്ല നീറ്റാക്കി എടുക്കണം. കാരണം റിബൺ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ അതിൻ്റെ നൂലിങ്ങനെ വിട്ട് വരും, ഇളകി വരും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ലൈറ്റർ കൊണ്ട് ഉരുക്കുന്നത്. ലൈറ്ററില്ലെങ്കിൽ നമ്മൾ മെഴുകുതിരി കത്തിച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ഉരുക്കിയാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒന്ന് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കറക്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്ന അതേ ഷേപ്പിൽ തന്നെ അതിരിക്കും. ഞാൻ അതുകൊണ്ട് എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കും. സ്റ്റിച്ച് ചെയ്യേണ്ട, മൊത്തത്തിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സെൻറ്ററിലൊന്ന് ടൈ ചെയ്യും. അങ്ങനെയാണ്. ഉണ്ടല്ലോ, ബാലൻസ് അല്ല ത്രെഡൊക്കെ ഉള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ അതിന് ബാലൻസ് ഇതൊക്കെ പുറത്തേക്ക് നൂലെന്തെങ്കിലും പുറത്ത് വിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇത് ഒരു പോർഷനാണ് ചെയ്തത്. ഇനി അടുത്ത പോർഷനും കൂടെ ചെയ്ത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും എന്ത് ചെയ്യുക, സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഈ വൈറ്റും റെഡും കൂടെ വരുമ്പോൾ അത് പ്രത്യേക ഭംഗിയാണ്. ഇനി ഇത് സെൻറ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ റിബൺ, അത് വൈറ്റ് വേണമെങ്കിൽ നമുക്ക് വൈറ്റ് എടുക്കാം, റെഡ് വേണമെങ്കിൽ റെഡ് എടുക്കാം. ഞാനിപ്പോൾ റെഡാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് 1 ഇഞ്ചിൻ്റെ നീളമുള്ള റിബൺ. നിങ്ങൾക്ക് ഇനി ചെറിയ റിബൺ വേണമെന്നില്ല, അതിനെ ജസ്റ്റ് ഒന്ന് മടക്കി എടുത്താലും മതി, അല്ലെങ്കിൽ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിനൊന്ന് ഉരുക്കി കൊടുത്താൽ മതി. ഇതുപോലെ വീതി ഒന്ന് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2 സൈഡും മടക്കിയതിന് ശേഷം സെൻറ്ററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി വെക്കുന്നത്. അപ്പോഴേക്കും വളരെ പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ഇരുന്നുള്ളൂ. നമുക്കവിടെ മടക്കിയാലും ആ ഒരു വൃത്തിയേടൊന്നും വരത്തില്ല. കണ്ടോ, ഇനി ഇത് ഇളകിയൊന്നും വരത്തില്ല. നമുക്ക് കവർ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. ഇനി ഞാൻ എടുത്തിരിക്കുന്ന 0.4ൻ്റെ വയറാണ്. അതിലേക്ക് ഇതുപോലെ കുറച്ച് വൈറ്റ് ബീഡ്സ് ഇട്ട് അതിൻ്റെ എഡ്ജിൽ, ഞാൻ സെൻറ്ററിലെടുത്ത എഡ്ജിൽ ഒരു ബീഡ്സ് ഇട്ട് ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത വീണ്ടും ഒരു ബീഡ് ഇടുന്നു. അതിനെ സെൻറ്ററിൽ കുറച്ചുകൂടെ നീളം കൂട്ടിയെടുക്കണം. കണ്ടല്ലോ, എന്നിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. നമ്മൾ ഫ്ലവർ വൈനൊക്കെ ചെയ്യത്തില്ലേ, അതുപോലെ. അടുത്തത് വേണ്ട വീണ്ടും സൈഡിലേക്ക്. ഞാനിതൊരു ക്രിസ്മസ് അലിഗേറ്റർ ക്ലിപ്പല്ല, നമ്മുടെ സെൻറ്റർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അടുത്തത്
രണ്ട് സൈഡിൽ നമ്മളിപ്പോൾ സെൻറ്ററിൽ ഒരു ബീഡ് ഇട്ടിട്ട് രണ്ട് സൈഡിൽ ഓരോന്ന് ബീഡ് ഇട്ടാലും മതി. ഞാൻ എളുപ്പത്തിന് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. എങ്ങനെ വേണോ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഞാനടുത്ത് ഒരു അഞ്ച് ബീഡ്സ് ഇട്ട് ഒന്ന് സെൻറ്ററിലേക്ക് ചുറ്റി അതിനൊന്ന് സെൻറ്ററിലൊരു ഹോൾ കൊടുത്തു. നമുക്കൊരു ബീഡ്സോ എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ. ഇനി ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇത് ഈ നമ്മുടെ ഹെയർ ബോയുടെ സെൻറ്ററിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി കുറച്ചുകൂടെ അവിടെ ബീഡ്സ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ചുകൂടെ വലിപ്പം കിട്ടും. നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം. ഇനി ഇത് ഞാൻ നമ്മുടെ ഹെയർ ബോ തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ്. ഇത് ഒരു വെൽവെറ്റ് ഫ്ലവറാണ് കേട്ടോ. അതും കൂടെ എടുത്തിട്ടുണ്ട് ആ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് അവസാനം ചെയ്യാനാണ്. ഗ്ലൂ വെച്ചു ഇതിനൊന്ന് ഫിക്സ് ചെയ്തു. ഗ്ലൂ ഗൺ കൊടുക്കുമ്പോൾ ആ സ്റ്റെപ്പിൽ നമുക്ക് പേസ്റ്റായി കിട്ടും, അതുകൊണ്ടാണ്. അതിനുശേഷം ആ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കുക നല്ല നീറ്റായിട്ട്. ജസ്റ്റ് ഒരു സൈഡ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മളൊന്ന് ഫിക്സ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് എൻ്റെ ബാലൻസ് വരുന്നതിനെ കട്ട് ചെയ്ത് ഒന്ന് ഉരുക്കി മാറ്റണം. അത് അതുപോലെ ഉരുക്കി ആ ലൈറ്റിൻ്റെ പുറകു സൈഡ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ അങ്ങ് പേസ്റ്റായി ഇരുന്നോളും. കണ്ടല്ലോ, ഹാൻഡ് വെക്കരുത്, കൈ നന്നായിട്ട് ഉരുകി പോകും അവിടെ. ഇനി സെൻറ്ററിലേക്ക് ഞാനിപ്പോൾ ചെയ്തില്ലേ ആ ഒരു ബീഡ്സിൻ്റെ ഇതും അതിൻ്റെ പുറത്തേക്ക് ഒരു ഫ്ലവറും കൊടുക്കുന്നു. അപ്പോൾ അത് മാത്രം വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അത് ഉണ്ടല്ലോ, ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ അതങ്ങനെ എടുത്ത് നിൽക്കും. ഇനി ഞാൻ ലാസ്റ്റ് അവിടെ ഒരു സ്റ്റോണും കൂടെ കൊടുക്കും അങ്ങ്. ഇനി നമുക്ക് ആ റെഡ് ബോയിൽ കുറച്ച് വൈറ്റ് ബീഡ്സ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാനത് കൊടുക്കുന്നില്ല. അതിന് പകരം ഒരു ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട്. അതിനൊരു എന്താ പറയുക ലോങ് ടെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതുപോലെ അത് നമുക്ക് നമ്മുടെ നീളത്തിൽ അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്തില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് ലെങ്ത് ഇട്ടു. അതിനുശേഷം വൈറ്റ് കളറും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെ പരസ്പരം ഞാൻ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തു. ഇതുപോലെ. ഇനി ഇതിൻ്റെ പുറകിലേക്ക് ഞാൻ അവിടെ ഓൾറെഡി ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പുറത്തേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഫെൽറ്റ് ഷീറ്റ് ചെയ്യുന്നതിന് മുന്നേ, അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുക. എന്നിട്ട് പുറകിലേക്ക് വീണ്ടും ഒരു അലിഗേറ്റർ ക്ലിപ്പ് കൊടുത്തു. അവിടെ അങ്ങ് ഫിക്സ് ചെയ്തു. നിങ്ങളെ ഇത് കട്ട് ചെയ്തിട്ട് അവിടെ വെക്കുമ്പോഴേക്കും അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം, അല്ലെങ്കിൽ നൂല് വിട്ട് വരും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കാണിക്കാൻ പറ്റില്ല. ചിലത് ഞാൻ ലെങ്ത് കൂടുമ്പോൾ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ എഡ്ജെല്ലാം നന്നായിട്ട് ഞാൻ അത് ഉരുക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഗ്ലൂ എല്ലായിടും ഇങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വൈറ്റ് ബീഡ്സ് ഇങ്ങനെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കുക. ഒത്തിരി അങ്ങ് വയ്ക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് കൊടുത്താലും മതി. നല്ല ഭംഗിയായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിട്ടിരിക്കും. കണ്ടല്ലോ ഇതുപോലെ. ഇതിന് പകരം നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റോൺസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം നമുക്ക് സ്റ്റാർസ്, കുഞ്ഞ് വൈറ്റ് സ്റ്റാർസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റാർസ് കൊടുക്കാം. അതങ്ങനെ സീക്വൻസും സ്റ്റാർസും ഒക്കെ കൊടുത്ത് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ക്രിസ്മസിൻ്റെ ഒരു തീം ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എടുത്ത് നിൽക്കും. കണ്ടല്ലോ. ഇനി സെൻറ്ററിലേക്ക് ഞാനൊരു സ്റ്റോണും കൂടെ വെച്ച് കൊടുത്തു. നല്ലൊരു പ്രത്യേക ഭംഗിയായിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഹെയറിൽ വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്നതിനേക്കാളും ഹെയർ വയ്ക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. ഇത് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ മാത്രമല്ല സെൻറ്റർ ക്ലിപ്പിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്യണം.